കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. അനധികൃതമായി കഞ്ചാവ് ചെടി നട്ടുവളർത്തി പരിപാലിച്ച പശ്ചിമബംഗാൾ സ്വദേശിക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് മൂവാറ്റുപുഴ കോടതി. പശ്ചിമബംഗാൾ സ്വദേശി നന്ദു മൊണ്ടാലിനെയാണ് മൂവാറ്റുപുഴ കോടതി ശിക്ഷിച്ചത്. അനധികൃതമായി കഞ്ചാവ് ചെടി നട്ടുവളർത്തി പരിപാലിച്ച പശ്ചിമബംഗാൾ സ്വദേശിക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് മൂവാറ്റുപുഴ കോടതി. പശ്ചിമബംഗാൾ സ്വദേശി നന്ദു മൊണ്ടാലിനാണ് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി KN ഹരികുമാർ 1 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2025 ഏപ്രിൽ 27-നാണ് മാടമ്പിള്ളി EMS കോളേജ് റോഡിന് സമീപമുള്ള കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രതി പരാതിയിൽ നട്ടുവളർത്തി പരിപാലിച്ചു വന്ന കഞ്ചാവ് ചെടി പെരുമ്പാവൂർ എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് കെയും സംഘവും ചേർന്ന് കണ്ടെത്തിയത്. കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു S ആണ് പ്രതിക്കെതിരെ കുറ്റപത്രം ഹാജരാക്കിയത്. പ്രോസിക്യൂഷനായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ജ്യോതികുമാർ ഹാജരായി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.